കാന്തപുരം ഇതിനെ പറ്റി പറയുന്ന രംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഇന്ന് നിങ്ങൾ കാര്യങ്ങളൊന്ന് വിലയിരുത്തി. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എന്താ ചെയ്തത്? ഖുർആൻ ഓതിക്കൊടുത്ത് നന്നാക്കി ജനങ്ങളെ, അല്ലേ? മാത്രമല്ല അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, ഒരു യഥാർത്ഥ വിശ്വാസിക്ക് 3 ഗുണം ഉണ്ടാവുന്ന 3 ഗുണം. ഒന്ന്, അള്ളാഹുവിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയം പേടിച്ചു നടുങ്ങും. രണ്ടാമതോ വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ കൂടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈമാൻ കുറയാണോ വേണ്ടത്, കൂടുകയാണോ വേണ്ടത്? ഈമാൻ കൂടല്ലേ വേണ്ടത്? അള്ളാഹ് പറയാണ് ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ കൂടും. അതുകൊണ്ട് മുജാഹിദുകൾ എന്ത് ചെയ്യും? 2 മണിക്കൂർ കൊണ്ട് അവന് നല്ല ഈമാൻ ഉണ്ടാക്കാൻ മാക്സിമം ആയത്തോതും. ഇയാള് പറഞ്ഞതോ 2 മണിക്കൂറിൽ 1 or 2 ആയത്ത്. അതുകൊണ്ടല്ലേ AP സുന്നക്ക് ഈമാൻ ഇല്ലാതായി പോയത്. AP സുന്നയുടെ കൂട്ടത്തിലും EK സുന്നയുടെ കൂട്ടത്തിലും ഒക്കെ ഈ ദുരന്തം വന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഓതാത്തോണ്ടാണ്, ഖുർആൻ പഠിപ്പിക്കാത്തോണ്ടാണ്. മുജാഹിദുകൾക്ക് ഖുർആൻ തിരിയുന്നത് എന്തുകൊണ്ടാണ്? ഇത് നിരന്തരമായി ഓതി കൊടുക്കുന്നുകൊണ്ടാണ്. ഈ വസ്തുത ഖുർആൻ അംഗീകരിക്കാൻ 8-ാം അധ്യായം 2-ാമത്തെ വചനം. ഇനി കാന്തപുരം ഇതിനെ പറ്റി പറയുന്ന രംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഇന്ന് നിങ്ങൾ കാര്യങ്ങളൊന്ന് വിലയിരുത്തി. ഇവരിങ്ങനെ ആയത്തോതും ധാരാളം എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ ആയിട്ട് പറയും. 38, 48 എന്ന് പറഞ്ഞിരിക്കണേ എല്ലാ ആയത്തിന് പേര് തെറ്റിപ്പോണ്ടാണ് പേരും. സുന്നികൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആദ്യം 1 ആയത്തോ 2 ആയത്തോ ഒക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളൊക്കെ ഒരു ഉദ്ധരണികളും സ്വാലിഹ്യങ്ങളും അതിന്റെ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളുടെ ഭാഗത്തിലുണ്ടായത്. മറ്റത് ആയത്തിങ്ങനെ തുരുതുരുതുറേ ഓതും. ഒന്നെല്ലാരും കേട്ടിട്ടൊന്ന് വിലയിരുത്തി നോക്കി. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞ്? ഒന്ന്, ഇവരിങ്ങനെ ധാരാളം ഖുർആൻ ഓതും. എന്നിട്ട് കൃത്യമായി ഖുർആനിന്റെ അധ്യായ നമ്പർ പറയും. എന്നിട്ട് മൂപ്പര് പറയണെന്ത്? സൂറത്ത് ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ്, അതറിയാത്ത ഏതെങ്കിലും കുട്ടികൾ നമ്മൾ സദസ്സിൽ എന്നിട്ട് പറയാം 38-ലെ 48. ഖുർആനിലെ സൂറത്ത് ഇഖ്ലാസ് 112-ാമത്തെ അധ്യായം എന്നറിയാത്ത ലോക്കൽ മക്കൾ ഉണ്ടാകും ദുനിയാവിൽ. ഇവരെ ഏറ്റവും വലിയ ലീഡറെ വിജ്ഞാനം അത് ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ് 38-ലെ 48 ആണത്രേ. 112-ാമത്തെ അധ്യായത്തിലെ വചനം അത്. അതുപോലെ അറിയില്ല. ഒരു മുജാഹിദ് 38-ലെ 48 ഖുൽ ഹുവല്ലാഹു അഹദ് പറഞ്ഞിട്ടില്ല. നോണ, പച്ച നോണ. പിന്നെ നോണയായിരിക്കില്ല, മൂപ്പർക്ക് അറിഞ്ഞൂടാ. കാരണം മൂപ്പരിത് കണ്ടിട്ടില്ല. ഇത് ലോക മുസ്ലിമിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ച സാധനമില്ല. ഖുർആൻ, വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് പരിശോധിച്ചാൽ എന്റെ നാട്ടുകാരനാ, എനിക്കറിയാം. അപ്പൊ എല്ലാരും മനസ്സിലാക്കി, മൂപ്പർക്ക് അറിയില്ല. ഇനി രണ്ടാമത് പറഞ്ഞതോ, മുജാഹിദുകൾ ഖുർആൻ ഇങ്ങനെ ഓതും. ഞമ്മളോ സുന്നികളോ, മൂപ്പര് പറയാ സുന്നികളോ ഇമാമുമാരുടെ കൗല്. ഇനി നിങ്ങൾ ആലോചിച്ച, അള്ളാന്റെ ഖുർആനേക്കാൾ വലുതല്ലേ സുന്നിക്ക് ഇമാമുമാരുടെ കൗല്? അതുകൊണ്ടല്ലേ പേച്ചത്. മുജാഹിദക്ക് ഖുർആൻ പ്രധാനമായി, അതുകൊണ്ടൊരു പേച്ചില്ല. കാരണം ഖുർആൻ അള്ളാഹുവിന്റേതാണ്. അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം അത് വന്നു കിട്ടിയാൽ, ഇന്നാ അൻസൽനാ തൗറാത ഫീഹാ ഹുദം വനൂർ, ഇന്നാ അൻസൽനാ ഇൻജീല ഫീഹാ ഹുദം വനൂർ. സൂറത്ത് മാഇദ 5-ാം അധ്യായം 44-46 വചനങ്ങൾ. അല്ലാഹ് ഖുർആനിലെ 2-ാം അധ്യായം 38-ൽ പറയുന്നത്, എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾ പിൻപറ്റി ജീവിച്ചോളീ. അത് ഖുർആനാണ്. അള്ളാന്റെ കലാമിനല്ലേ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്? സുന്നികളോ, കാന്തപുരം പറയാ, സുന്നികളോ ഇമാമുമാരുടെ കൗല്, സ്വാലിഹുകളുടെ കൗല് അള്ളാഹിനേക്കാൾ വലുതാ ഇമാമുമാര്? അള്ളാന്റെ വചനതകൾ വലുതാണോ? റസൂലുള്ളാഹിന്റെ വചനതകൾ വലുതാണോ ഇമാമുമാരുടെ കൗല്? അതാ നിങ്ങൾക്ക് സംഭവിച്ച ദുരന്തോ. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാമുമാരെ തള്ളിക്കളഞ്ഞവരാ ഞങ്ങള്. ആണോ? നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞത്? ഖുർആനും സുന്നത്തും ഓതുന്ന മുജാഹിദുകളെ വിമർശിച്ചുകൊണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് നടത്തല്ലേ കേരള യാത്ര? എന്തിന് പ്രതാപം കാണിക്കാൻ, പണം ഉണ്ടാക്കാൻ, ജീവിക്കാൻ? ഇന്ന് ലോകത്തെല്ലാ ബിസിനസ്സും പൊട്ടുകൾ. എല്ലാവർക്കും സാമ്പത്തിക ദാരിദ്ര്യ. ഉസ്താദിനില്ല. ഉസ്താദിന് കോടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉസ്താദിന് ഒരിക്കലും വെച്ചടി കേട്ട ദുനിയാവില്, ആഖിറത്തിലല്ലോ അതിന്റെ ഇങ്ങനെ പദവി കുറഞ്ഞു വരും. മനസ്സിലായോ?
ദുനിയാവില് പദവി കൂടും. പക്ഷേ ഒന്നറിയുക, പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിച്ചും ചതിച്ചും ജീവിക്കാണ്. അവിടെ പറയുന്നത് ഇമാമുമാരുടെ, നിങ്ങൾ കേട്ടതാണല്ലോ, സാക്ഷാൽ കാന്തപുരാണല്ലോ പറഞ്ഞത്, ഖുർആൻ ഓതുക. നിങ്ങൾ മാത്രമല്ല, സുന്നികളോ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏറിയ 1-2, മനസ്സിലായി, 1-2. അപ്പൊ മുജാഹിദുകളുടെ ആരോപണം വ്യക്തമാണല്ലോ, ആണല്ലോ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്താ ചെയ്യാ, ഇതുപോലെ LCD ഇടും, എന്നിട്ട് 45-50 ക്ലിപ്പിംഗ് അപ്പുറവും കട്ട് ചെയ്ത് ജനങ്ങളെ പറ്റിച്ചിട്ട് ആയത്തോതാൻ എവിടെ നേരം, ഹദീസ് ഓതാൻ എവിടെ നേരം. അതുകൊണ്ടല്ലേ കൗമിന് ഈമാനില്ലാതെ പോയത്. വൈദാ സുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന എന്നത് അല്ല പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ടേ ഞങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യും. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ടെങ്കിൽ ഞങ്ങൾ ഇമാമുമാരുടെ കൗല് പറയില്ല. ഖുർആനിലും സുന്നത്തിലും ഞങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണ് ഇമാമുമാർ മനസ്സിലാക്കിയതെന്ന് പറയാനേ ഞങ്ങൾ ഇമാമുമാർ ഉദ്ധരിക്കുക. അല്ലാതെ ഖുർആൻ മാറ്റിവെച്ച് സുന്നത്ത് മാറ്റിവെച്ച് ഇമാമുമാർക്ക് പ്രാധാന്യം കൊടുക്കൽ സുന്നികളാണ് എന്ന് സാക്ഷാൽ കാന്തപുരമാണ് പറയുന്നത്. പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു നാട്ടിൽ വന്നാൽ ഭിന്നിപ്പുണ്ടാക്കുന്ന